അപ്പോൾ ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന എവിടെ നിന്ന് അറിയാമോ? രാമേശ്വരം കഴിഞ്ഞ് ധനുഷ്കോടിയിൽ പോകുന്ന ആ റോഡിലാണ് നിൽക്കുന്നുണ്ട്. ധനുഷ്കോടി രാമേശ്വരം ധനുഷ്കോടി ഹൈവേയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ, കോതന്ത രാമർ അങ്ങനെ എന്താണ് കേട്ടോ, ഇത് പറയാൻ പാടില്ല. ആ ക്ഷേത്രത്തിന്റെ അവിടെയാണ് നിൽക്കുന്നത് കേട്ടോ. ആ ക്ഷേത്രം എന്ന് പറഞ്ഞത് അവിടെയാണ് ഞാൻ കാണിച്ചിരുന്നത്. കണ്ടോ, കാണാൻ ചിരിപ്പാടുണ്ട്. ഇതാ കാണുന്നുണ്ടോ, അതാണ് ആ ക്ഷേത്രം. അവിടെ പോകണം. അപ്പോൾ ഞങ്ങൾ എന്താണെന്നറിയാമോ, ഞങ്ങൾ ധനുഷ്കോടിയിൽ പോയിട്ട് തിരിച്ച് ഇവിടെ വന്ന് കയറാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഇപ്പം എന്തായാലും ധനുഷ്കോടിയിൽ നല്ല വെയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ അവിടെ പോയിട്ട് ആ അമ്പലത്തിലോട്ട് പോകുന്നതായിരിക്കുന്നത്. ഇപ്പം ആക്ച്വലി രണ്ട് സൈഡും കടലാണ് കേട്ടോ. കടലിൻ്റെ അപ്പുറം ഇപ്പുറമാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. ആ സൈഡിൽ അവിടെ കടൽ കാണാൻ കണ്ടോ, വേണ്ട, ഒരു സൈഡിലും കടലുണ്ട്, ഇപ്പുറ സൈഡിലും കുറച്ച് അങ്ങോട്ടാണ് കടൽ അങ്ങോട്ടുള്ളത്. എന്തായാലും ഇനി ധനുഷ്കോടിയിലെ കുറച്ച് കാഴ്ചകളും അവിടുത്തെ പ്രേത നഗരവും അതെല്ലാം നോക്കണം. എന്തായാലും പുതിയൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടിപൊളിയായിരുന്നു അതായിരിക്കും സ്ഥലം നമ്മൾ അതായിരിക്കും ഞാൻ അതാണ് പറഞ്ഞത്. അപ്പൊ അവിടെ എന്തായാലും ഒരു ഇവിടെ നല്ല മീൻ കിട്ടുന്ന സ്ഥലമൊക്കെ ആയിട്ടുണ്ട്. ഫ്രഷ് മീൻ എന്ന് പറയാൻ പറ്റൂല, ഫ്രഷായിരുന്നു. അപ്പൊ ഞങ്ങള് ധനുഷ്കോടിയിൽ ഏറ്റവും ലാസ്റ്റ് എൻഡിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇനി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കടലാണ്. കാരണം ഇവിടെ ഇപ്പൊ എന്തായാലും കടലിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. കാരണം പറ്റാത്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കടലിഞ്ഞ് കയറി കിടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല, കടലിലോട്ട് ഇറങ്ങാനൊന്നും സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഭയങ്കര ബ്ലോക്കും തിരക്കും കൂടെയാണ്. പാർക്കിങ് കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഇപ്പൊ എല്ലാവരും കരയിലായിരിക്കുന്നത് കേട്ടോ. വെള്ളം ഏതാണ്ട് കുറച്ച് മേട് വരെ വന്ന് വെള്ളം കിടപ്പുണ്ടിരുമ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കൊണ്ട് വേണ്ട. എന്തായാലും ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ട. മുൻപ് ഇതാണ്ട് അവിടെ ഒരു ചെറിയൊരു സ്തൂപം പോലെ ഉണ്ട് കണ്ടോ. അവിടെ നമുക്ക് അവിടെ ഇങ്ങനെ കറങ്ങി വരാം. ഇപ്പോൾ അതൊന്നും സമയത്തില്ല. ഇവിടെ ബാരിക്കേഡ് വെച്ചാലെല്ലാം തടഞ്ഞിരിക്കുന്ന സംഭവം. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കറങ്ങി വരാനൊന്നും ഇവിടെ പാർക്കിങ്ങിനും അലവടല്ല. പക്ഷേ ഞങ്ങളുടെ വണ്ടി കുറച്ച് ബാക്കിലോട്ട് എടുത്തിട്ടിരിക്കുകയാണ്. അങ്ങോട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇവിടെ ബ്ലോക്കാണ്. ഇവിടെ ധനുഷ്കോടിയിൽ വന്നിട്ട് ഇവിടെ കടലിലേക്ക് ഇറങ്ങി കുളിക്കാൻ ഇവിടെ നല്ല രസമുണ്ട്. ഇവിടെ നല്ല മണ്ണ് തെറ്റായി കൊണ്ടുവന്നിട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ ഈ വെള്ളം കാരണം ഒരു രക്ഷയില്ല, ഇറങ്ങാൻ വരാൻ പറ്റുന്നില്ല. ഇവിടെ കണ്ടോ, നല്ല തിരയാണ് അടിക്കുന്നത്. എനിക്ക് ഇവിടെ വന്ന് കുളിച്ചൊക്കെ ഒരു നല്ലൊരു രസമായിരുന്നു. കുളിച്ച കാരിപ്പുളിയായിട്ടൊക്കെ പോയായിരുന്നു. ഇത് മറ്റേ അശോക സംഭവമല്ലേ? നമുക്കിപ്പോൾ ഇവിടെ ഉണ്ട് അശോക സംഭവം ഉണ്ട്. ഇത് ചുറ്റിക്കറങ്ങി, മുമ്പൊക്കെ ഇത് ചുറ്റിക്കറങ്ങി വരായിരുന്നു കേട്ടോ. കാറൊക്കെ, ബൈക്കിലും അല്ല കാറിലും വണ്ടിയൊക്കെ. ഇപ്പൊ എനിക്കൊരു തിരക്കായിട്ടായിരിക്കും അവരടുത്ത് ബ്ലോക്ക് ചെയ്യുന്നതിന്. ഇതിൽ നമുക്കിതൊന്ന് ചുറ്റിക്കറങ്ങി വരാം. അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ. കടകൾ ഒരുപാടുണ്ട്. ഇത് ഒരു സ്ഥലത്തും നമ്മൾ അങ്ങോട്ട് ഇറങ്ങാൻ അവർ സമ്മതിക്കുന്നില്ല. ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് തിരയാണ്. അതുപോലെ വെള്ളം ഒരുപാട് കൂടുതലാണ്. അതാണ് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്തത്. ഇതുകൊണ്ട് ഇതൊരു കല്ലാണ് കണ്ടോ. കല്ല് പല വെറൈറ്റിയിലുള്ള കല്ല് കണ്ടോ. അതിൽ കിട്ടി എത്ര രൂപയെന്ന് അറിയത്തില്ല. ഇത് എത്രയായത്? 100 രൂപയാണ്. ഇത് വെള്ളത്തിലിടുന്നത്? അവിടെ കാണിച്ചത് എന്താണെന്ന് അറിയാമോ? അവിടെ മറ്റേ ബൈനാക്കുലർ വഴി അവിടെ ഇത് കാണിക്കുന്നത്. കാരണം അവിടെ ഒരു ചെറിയൊരു കടലുണ്ട്. കടൽ കഴിഞ്ഞ് അടുത്തൊരു ഇതാണ് രാമസേതു എന്നുള്ളതുകൊണ്ട്. പിന്നെ ഒരു പാലമുണ്ടെന്ന് പറയും. അപ്പം അതെന്താ അതിൽ നോക്കിയാൽ കാണുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റില്ല, കുറച്ചൊക്കെ അത് അവിടെ നോക്കുന്നതിന് 20 റുപ്പീസാണ് കേട്ടോ അവിടെ നോക്കുന്നതിന്. അപ്പോൾ എന്തായാലും ഞങ്ങൾ നോക്കിയില്ല, അവിടെ നിന്ന് കുറച്ചൊക്കെ നോക്കുന്നുണ്ട്. കാരണം മൊബൈലിൽ കുറച്ചുകൂടെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുമല്ലോ. ഞാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ നിന്ന് കുറച്ചൊന്ന് കാണിച്ചു തരാം. വേണ്ട, ഈ കാണുന്നതാണ് ആ കടൽ കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു പാലം. എന്താ അതിൻ്റെ അപ്പുറത്തെ ഒരു പാലം ഉണ്ടെന്ന് അവർ പറയുന്നത്. പക്ഷെ അത് നമുക്ക് ഇതിൽ ക്ലിയർ അല്ല.
മീൻ പിടിക്കാൻ പോകുന്നത് വല റെഡിയാക്കണം. ഇന്ന് പോകുന്നത് നാളെ പോകും. പോയിട്ട് അന്ന് താൻ തിരുമ്പി വരെ ഇല്ല അന്നേക്ക് നീ വെള്ളത്തിലാണ് പോണത്. അപ്പോൾ അവർ ഈ വെള്ളത്തിലോട്ട് പോകാൻ വേണ്ടി ഇന്നല്ലെങ്കിൽ അവർ നാളെ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കെട്ടിയിരിക്കുന്നത് കണ്ടായോ ചെറിയൊരു വലകളാണ്. അത് പൊട്ടിച്ചിട്ട് വലകളൊക്കെ അവർ നൂറ്റെടുക്കുന്നുണ്ട്. എന്തായാലും അവർ നാളെ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണത്. ഇവിടെ വന്നിട്ട് നല്ലൊരു മുട്ട പണി കിട്ടിയിരിക്കണം കേട്ടോ. സംഭവം എന്നറിയാമോ, ഇത് കണ്ടോ, ഇതാണ് മൺതിട്ട. ഈ മൺതിട്ട കടന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഈ ഇവിടെ ഇത്രയും നല്ല ഇതൊരു പൊഴി പോലെയാണ് കേട്ടോ. കടലിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നിട്ട് തിരിച്ചങ്ങ് കടലിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ട്. ട്യൂബെല്ലാം അഴിച്ച് ഈ കടലിൽ കൂടെ തന്നെ വെള്ളത്തിൽ കൂടെ തന്നെ പോകേണ്ടി വരും. അല്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഞങ്ങൾ അവിടെ നോക്കിയപ്പോഴത്തേക്ക് പോകാൻ പറ്റുന്നുള്ളവരായിരുന്നു കേട്ടോ. അതായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്തായാലും അവർ പോകുന്നതെന്ന് നോക്കട്ടെ. പോവുകയാണെങ്കിൽ ഇങ്ങോട്ട് പോകും. ഇതൊക്കെ കാണിച്ചത് കണ്ട പോകാൻ പറ്റില്ലല്ലേ? ഷൂരിയാ പോവാ. ഞാൻ ഷൂരിയിട്ടില്ല, ഷൂ ഇട്ടിരിക്കുക. പോകുന്നുണ്ടാ? അങ്ങനെ ഷൂ എല്ലാം ഊരി ഊരി ഇത് ക്രോസ് ചെയ്യുന്ന കേട്ടോ. ഇച്ചിരി ഒഴുക്കുണ്ട് കേട്ടോ വെള്ളത്തിന്. കേട്ടോ വെള്ളത്തിന് ഒഴുക്കുണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല രസമുണ്ട്. അങ്ങോട്ട് കുറച്ച് ഇവിടെ കുറച്ച് കുഴിയുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കി നടന്നില്ലെങ്കിൽ ഇത് അങ്ങോട്ട് നല്ലൊരു മൺതിട്ടയുണ്ട് കേട്ടോ. വെള്ളം ഒരിച്ച് പോകുന്ന നല്ലൊരു മൺതിട്ട കാണിച്ചു. ധനുഷ്കോടിയിലൊക്കെ വന്നിട്ടേ ഇതേപോലെ ഈ മൺതിട്ടയിലൊക്കെ പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളുണ്ട് കേട്ടോ. അതെല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടി നല്ല പറ്റിയ ഒരു സ്ഥലമാണ്. ഇതിൽ കൂടെ ഒരു കുളിയൊക്കെ ആവാമെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പുറത്ത് മൺതിട്ട, ഇവിടെ വന്ന് പോയി നോക്കട്ടെ. ഇവിടെ കുറേ കൊച്ചു കുട്ടികളൊക്കെ വരുന്നുണ്ട്. അവർ എന്നെ കാര്യം തന്നെ ഫ്രീ ആയിട്ട് വരുന്നത് കേട്ടോ. ഇതാവോ ഇവിടെ കുറച്ച് ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ നോക്കിയ കാലിൽ വെള്ളമുണ്ട്. എത്ര വലിയ തിരവില്ല അടിക്കുന്നുണ്ടെങ്കിലേ പ്രശ്നമുണ്ടല്ലോ, അല്ലെങ്കിൽ കുഴപ്പമൊന്നും. ഞങ്ങളിപ്പം അവിടെ നിന്നെല്ലാം കഴിഞ്ഞു, ബീച്ച് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് തന്നെ ഇവിടെ വന്നപ്പോൾ എന്താണ്ട് മതി ചർച്ച് കാണാൻ. കണ്ട ചർച്ചിൻ്റെ കുറച്ച് ഭാഗം ഞങ്ങൾക്ക് കാണിച്ചത്. ഇതാണ് പണ്ട് ഇവിടെ സുനാമി അടിച്ച ആ സ്ഥലമാണ്. ഓൾഡ് ധനുഷ്കോടി സിറ്റി എന്നാണ്. ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇവിടുത്തെ കുറച്ച് പഴയ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. അതാണ്ട് മെഡിക്കൽ കോളേജിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്. റെയിൽവേ വാട്ടർ ടാങ്ക് അത് ഈ സൈഡിലിരിക്കുകയാണ്. ഞങ്ങൾ കാണിച്ചു തരാം. വേണ്ടിയിരിക്കുന്നുണ്ടോ? ഇതാ കാണുന്നുണ്ടോ? കാണുന്നതാണ് റെയിൽവേ വാട്ടർ ടാങ്കിൻ്റെ അതുണ്ട്. പിന്നെ ഓൾഡ് റെയിൽവേ സ്റ്റേഷനുണ്ട്. ഓൾഡ് സ്കൂൾ ആൻഡ് ടെമ്പിളുണ്ട്. ഓൾഡ് ചർച്ചുണ്ട്. ആ ചർച്ചാണ് ഇതാണ്ട് ഈ കാണുന്ന ആ ചർച്ച്. ഇതാണ്ട് അവിടെ കാണുന്ന ചർച്ചുണ്ട്. ഇതാണ് ആ ചർച്ചിലോട്ട് പോകുന്ന വഴി കേട്ടോ. കണ്ടോ? അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു തടി കൊണ്ട് ചെറിയൊരു പാലം പോലെ വരെ നിർമ്മിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടൊക്കെ പിന്നെ സൈഡിലൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോഴും. പിന്നെ ഇവിടുത്തെ ഒരു ഏറ്റവും ഒരു മെയിൻ എന്നുള്ളത് ഇവിടുത്തെ ഒരു പൊരിച്ച മീനാണ് കേട്ടോ. പിന്നെ വറുത്ത മീൻ, ഫ്രൈ ചെയ്ത മീനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിച്ചില്ല. ഞങ്ങൾ 100 രൂപയാണ്. അത് ഞങ്ങൾ ചിലപ്പോൾ പുറത്തോട്ട് പോകുമ്പോൾ കഴിക്കും. ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. അതാണ്ട് ഇത്രയും വർഷം പഴക്കമുള്ള, അന്ന് സുനാമി അടിച്ചതിന് ശേഷം തകർന്നതാണ്. അതിൻ്റെ മേളിലൊരു ചെറിയ ലെറ്റർ കാണാൻ പറ്റുന്നുണ്ട്. JHS എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ചെറിയ ലെറ്ററൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ പള്ളിയുടെ തൊട്ട് സൈഡിൽ കൂടെ ഞാൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ചുറ്റും മീൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ കെട്ടിയിട്ടിട്ടുണ്ട്. കണ്ടോ? ചെറിയൊരു വഴി പോലെ തടിയിൽ പാകി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. കാരണം അത് ഒരു സ്മാരകമായിട്ട് ഇപ്പോഴും അവർ വെച്ചിട്ടുണ്ട്. പള്ളി കണ്ട കുറേ ലെറ്റേഴ്സൊക്കെ ഇറങ്ങിയ കണ്ടോ, എന്തൊക്കെ എഴുതിയതൊക്കെ ഇവിടെ ഇത് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങോട്ടോ ഈ കാണുന്നുണ്ട്. ഇവിടെ ആയിരിക്കാൻ വേണ്ട ഈ ചിത്രങ്ങളൊക്കെ ഇരുന്നതും ബാക്കിയുള്ള പ്രാർത്ഥനയൊക്കെ നടന്ന് ഇവിടെ ആയിരിക്കണ്ട. എന്തായാലും ഒരു മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ് കേട്ടോ, ഒരു കാഴ്ചയാണ് കേട്ടോ നമുക്ക് ഇവിടെ.
കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാണിച്ചു ഇവിടെ വെച്ചെന്ന് ബോർഡാണ് ധനുഷ്കോടി ഓൾഡ് സിറ്റി 1964 ഉണ്ടായിരുന്നുണ്ട്. ഇവിടെ ഒരു കിണർ കണ്ട ഓട്ടോമാറ്റിക് വാട്ടർ ഫ്ലോട്ടിംഗ് സ്റ്റോണ് അതിൻ്റെ സ്റ്റോണൊക്കെ ഉണ്ട്. പിന്നെ ഓൾഡ് പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. കണ്ട ഈ ഓൾഡ് ചർച്ചാണ് ഞങ്ങളിപ്പോൾ ഈ കാണിച്ചത്. നിങ്ങൾ ഈ ചർച്ച് എന്ന് പറഞ്ഞു കണ്ട ഇതാണ് ആ ചർച്ച്, ഓൾഡ് ചർച്ച്. ഈ മെഡിക്കൽ കോളേജിൻ്റെ ഒക്കെ കുറച്ച് അങ്ങോട്ട് പോകാൻ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഓട്ടോമാറ്റിക് വാട്ടർ എന്നുള്ളത് ഇത് കുറച്ച് അങ്ങോട്ട് പോകണം കേട്ടോ. അതുകൊണ്ട് ആ സൈഡിലോട്ട് പോയാൽ നമുക്കത് കാണാൻ പറ്റുമോ. എന്തായാലും ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആ കാഴ്ചകളൊന്ന് കാണിച്ചു തരാം. അവിടെ നിന്ന് ഞാൻ കുറച്ച് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് ലൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഞാനത് അവിടെയാണ് വണ്ടി നിർത്തിയത്. ലൈറ്റ് ഹൗസിൻ്റെ അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കാണുന്ന ഓരോ ബിൽഡിങ്ങാണ് ഞാൻ നിങ്ങളവിടെ കാണിച്ചില്ലേ. മെഡിക്കൽ കോളേജിൻ്റെതും പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെതും സ്കൂളിൻ്റെ ഇതൊക്കെ ആയിട്ട് ഓരോരോ ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നത്. റെയിൽവേയുടെ ഒരു ചെറിയൊരു ഗോഡൗൺ എന്ന് പറഞ്ഞാൽ ചെറിയൊരു അവിടെ ബോർഡ് വെച്ചിരുന്നില്ല. അതാണ് ആ കാണുന്നതാണ് കേട്ടോ. അത് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ആ കാണുന്നതാണത്. ഇപ്പം കൂടുതൽ എല്ലാ അതും മണ്ണിനടിയിലോട്ട് പോയിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഇപ്പോഴിവിടെ ഈ പുറത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ ഈ നടക്കുന്നില്ലേ, ഈ നടക്കുന്ന ഈ മണ്ണിൻ്റെ അടിയിൽ തന്നെ എന്തെല്ലാം സാധനം ചിലപ്പോൾ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. എന്തെല്ലാം സ്ഥാപനങ്ങളുണ്ടായിരുന്നെന്നും പണ്ട് കാലത്തിൽ അതെന്തെല്ലാം ഉണ്ടായിരുന്നു നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഓർമ്മകൾ ഒക്കെ നിലനിൽക്കുന്ന ആ ഒരു ഇതോടെ ഞാൻ നടന്നു പോകുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കാണുമ്പോഴേ ഒരിക്കലും ആ കാഴ്ചകളൊന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല കേട്ടോ. അത്ര ഒരു ദയനീയമായിട്ടുള്ള കാഴ്ച എന്ന് എനിക്കിത് പറയാൻ പറ്റത്തുള്ളൂ. ആക്ച്വലി യഥാർത്ഥത്തിൽ പറയുന്നത് ഇതൊരു പ്രേത നഗരം എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഇത്ര പേരുടെ ജീവിത സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് ഈ സ്ഥലം. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് കൂടെ ഒരു ട്രെയിൻ കടന്നു പോയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഇവിടെ കൂടെ ട്രെയിൻ കടന്നു പോയിട്ടുള്ളത്. അതെന്തായാലും അതൊരു മറക്കാത്തൊരു ഇതാണെന്നാണ് എനിക്കത് പറയാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ ഒരുപാട് അങ്ങോട്ട് പോകാം കേട്ടോ. അങ്ങോട്ട് ഇതാണ്ട കാണുന്ന അങ്ങോട്ടൊക്കെ ബിൽഡിങ്ങുകളുണ്ട് ഒരുപാടുണ്ട്. അവിടെ ഒരുപാടുണ്ട്. പക്ഷേ നല്ല വെയിൽ, ഒരുപാട് അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. പറ്റും, ഞാൻ മാക്സിമം കുറേ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറച്ചൊരു കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നുണ്ട്. എന്തായാലും വന്നില്ലേ ആ ബിൽഡിങ്ങിൻ്റെ അതുവരെ പാടുന്നത്. അവരവിടെ എത്തിയിട്ടോ. അവരവിടെ വെയിലാണ്ടാണ് കാറിൻ്റെ അടുത്ത് അവിടെ പോയിരിക്കുകയാണ്. അടുത്ത് എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച ഒന്ന് കാണിക്കണമെന്ന് വെച്ചാണ് ഞാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത്രയും വർഷം പഴക്കമുള്ള സുനാമിയിൽ തകർന്ന ഒരു ബിൽഡിങ്ങിൻ്റെ എന്ത് ബിൽഡിങ്ങാണെന്ന് ഇതിപ്പോൾ കറക്റ്റ് അറിയാൻ പറ്റത്തില്ല. ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ധനുഷ്കോടി രാമേശ്വരം ധനുഷ്കോടിയിൽ നിന്നുള്ള ഇവിടെ ഈ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.